ഇറാന്റെ നേതൃത്വത്തിലുള്ള സംഘമാകട്ടെ തുർക്കിയിൽ ചാരപ്രവർത്തനം നടത്തുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പലപ്പോഴായി തന്നെ ഇറാനെ വെട്ടിലാക്കാൻ അമേരിക്കയെ സഹായിക്കുന്ന കൂട്ടത്തിൽ തുർക്കി യൂദാസായി തന്നെ പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ തിരികെ അവർക്കൊരു മറുപണി ലഭിച്ചിരിക്കുന്നത്. ഇതാകട്ടെ വലിയ ആഘാതമാണ് ഇപ്പോൾ തുർക്കിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. തുർക്കിയിലല്ല ഇറാൻ, അതായത് തുർക്കിയിൽ ഇപ്പോൾ ഇറാൻ സംഘം ചാരപ്പണി നടത്തുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞെട്ടിയിരിക്കുകയാണ് എർദോഗൻ. അതുപോലെ തന്നെ നാളിതുവരെ അമേരിക്കയ്ക്ക് വേണ്ടി ഇറാനിൽ ചാരപ്രവർത്തനം നടത്തുകയായിരുന്നു തുർക്കി. കാഴ്ചയിൽ ഇറാനികളുടേത് പോലെയുള്ള തുർക്കിക്കാരാകട്ടെ ഇസ്രായേലിന് എതിരായ യുദ്ധത്തിൽ അവിടെ അതീവ രഹസ്യമായി തന്നെ അമേരിക്കയ്ക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇത് ഇറാനിൽ കൃത്യതയോടെയുള്ള ആക്രമണം നടത്താൻ ഇസ്രായേലിനും യുഎസിനും സഹായകരമായിരുന്നു എന്നതാണ് വിവരങ്ങൾ. എന്നാൽ ഇപ്പോൾ ഇതിന് മറുപടിയായി തന്നെ മറ്റൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനുമായി കൊമ്പ് കോർക്കാൻ നിന്നാൽ പണി കിട്ടുമെന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തുർക്കിയിൽ ചാരപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ ഒരു ഇറാൻ പൗരൻ ഉൾപ്പെടെ തന്നെ 6 പേരെ തുർക്കി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റിലായ ചാരന്മാർ ആകട്ടെ തുർക്കിയിലെ സൈനിക താവളങ്ങളെയും മറ്റ് നിർണായക പ്രാധാന്യമുള്ള പ്രതിരോധ കേന്ദ്രങ്ങളെയും, അതായത് അവിടുത്തെ പ്രധാന കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അടക്കമാണ് ശേഖരിച്ചതായി തന്നെ ആരോപിക്കപ്പെടുന്നത്. തുർക്കിയുടെ തെക്കൻ പ്രവിശ്യയായ അഥാനയിലെ തന്ത്രപ്രധാനമായ ഇൻസൽക്കിൽ അതായത് വ്യോമ ബേസിനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഈ ചാരന്മാർ ചോർത്തിയതായി തന്നെ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ വിവരങ്ങൾ ഇവർ ഇറാനിലെ സൈനിക അഭ്യാസമായ IRGCക്ക്, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ചോർത്തി നൽകിയതായിട്ടും വിവരങ്ങളുണ്ട്. അതേസമയം തെക്കൻ തുർക്കിയിലെ നാറ്റോയുടേതാണ് ഇൻസൽക്ക് വ്യോമതാവളം. തുർക്കിയിലും അതുപോലെ തന്നെ തുർക്കിയുടേതായി തന്നെ മറ്റു രാജ്യങ്ങളിലുമുള്ള ഉന്നത പ്രതിരോധ കേന്ദ്രങ്ങളെക്കുറിച്ചും ഈ ചാരന്മാർ ചില വിവരങ്ങൾ ചോർത്തി നൽകിയതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തുർക്കി സർക്കാർ നടത്തുന്ന അനലോഡു എന്ന ഏജൻസിയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതും. തുർക്കിയുടെ നാഷണൽ ഇന്റലിജൻസ് ഓർഗനൈസേഷനും 5 പ്രവിശ്യകളിലായി തന്നെ ഭീകരവിരുദ്ധ പോലീസും നടത്തിയ ഏകോപിത ഓപ്പറേഷനെ തുടർന്നുകൊണ്ടാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഈ 6 ചാരന്മാരെയും ഇസ്താംബുളിലെ ഒരു ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം രാഷ്ട്രീയ സൈനിക ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് അവരെ വിചാരണയ്ക്ക് മുൻപായി തടങ്കലിൽ പാർപ്പിക്കാൻ ജഡ്ജി ഉത്തരവിടുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്കാറയിലെ ഇറാനിയൻ എംബസിയിൽ നിന്ന് ഉടനടി തന്നെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇറാനെ ഇസ്രായേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തുർക്കി വിദേശകാര്യമന്ത്രി അവകാശപ്പെട്ട് രംഗത്ത് വന്നത്. US സെൻട്രൽ കമാൻഡ് മേധാവി ജനറൽ ബ്രെഡ് കൂപ്പർ ഇസ്രായേലിൽ എത്തിയതിന് പിന്നാലെയായിരുന്നു മന്ത്രി ഇക്കാര്യങ്ങൾ അറിയിച്ചതും. ഇറാനോട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും US-മായി ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നതായിരുന്നു അത്. ആണവശേഷിയിൽ ധാരണയുണ്ടാക്കാൻ ചർച്ചകൾ സഹായിക്കുമെന്നും ഇറാൻ കരുതപ്പെടുന്നതായും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ US ഓരോ തവണയും ചർച്ചയ്ക്കുള്ള വിഷയങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് എന്നതായിരുന്നു ഇറാൻ പറഞ്ഞത്. എന്നിരുന്നാൽ പോലും വലിയൊരു യുദ്ധത്തിന് ആ ഒരു പ്രദേശത്തെ രാജ്യങ്ങൾക്ക് താല്പര്യമില്ല എന്നതായിരുന്നു വിശദീകരണം. ഇസ്രായേലിൽ എത്തിയ ബ്രെഡ് കൂപ്പർ ആകട്ടെ ഇസ്രായേലി സൈനിക മേധാവി ഇയാൽ സമീറിനെയും അതുപോലെ തന്നെ എൻഫോഴ്സ് കമാൻഡറായ മറ്റൊരു വ്യക്തിയെയും കണ്ടതായി തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ കാണുമെന്ന ചില റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തുർക്കി ചാരന്മാരെ ഇറാൻ പിടികൂടിയ തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.